പ്രസാദഗിരി പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്കിടെ സീനിയർ വൈദികൻ ഫാദർ ജോൺ തോട്ടുപുറത്തെ ആക്രമിച്ച വിമത വൈദികൻ ഫാദർ ജെറിൻ പാലത്തിങ്കലിനെ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്താക്കുമെന്ന് സൂചന. അൾത്താരയിൽ അക്രമം കാട്ടിയ ഫാദർ ജെറിനെ കഴിഞ്ഞ ദിവസം മേജർ ആർച്ച് ബിഷപ്പിന്റെ എറണാകുളത്തെ വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി നേരിട്ട് അതിരൂപത ആസ്ഥാനത്ത് വിളിച്ചു വരുത്തിയിരുന്നു. വിശുദ്ധ കുർബാനയെ പരസ്യമായി അവഹേളിച്ച സംഭവത്തിന്റെ ഗൗരവം പാംബ്ലാനി പിതാവ് വിമത വികാരിക്ക് വ്യക്തമായി പറഞ്ഞുകൊടുത്തുവെന്നാണ് വിവരം. വിമത വൈദികൻ വിശുദ്ധ കുർബാനയോട് കാട്ടിയ അവഹേളനത്തിന്റെ വീഡിയോ തെളിവുകളടക്കമുള്ള യഥാർത്ഥ ചിത്രം വത്തിക്കാനിലും ലഭിച്ചിട്ടുണ്ട്. ബലിവേദിയിൽ അക്രമം കാട്ടുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്ത യുവ വൈദികന് മാർ പാംബ്ലാനി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ പ്രസാദഗിരി പള്ളിയിൽ നിന്നും മാറണമെന്ന നിർദ്ദേശവും നൽകിയെന്നാണ് വിവരം. ഇദ്ദേഹം പ്രസാദഗിരി ഇടവകയിൽ പ്രവേശിക്കുന്നതും വിലക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 12 മുൻപ് നോട്ടീസിന് രേഖാമൂലം മറുപടി നൽകാനാണ് മാർ പാംബ്ലാനി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതൊരു സാങ്കേതിക നടപടി മാത്രമാണെന്നാണ് വിവരം. എന്നാൽ സംഭവത്തിൽ അടുത്തയാഴ്ച ശക്തമായ നടപടി ഉണ്ടാകും. വിശുദ്ധ കുർബാനയെ അവഹേളിച്ച കുറ്റം തന്നെ കടുത്ത മഹ്റോൻ ശിക്ഷ വിധിക്കാവുന്നതായി കാനൻ നിയമ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കൂടാത്തതിന് ഫാദർ ജെറിന്റെ സാന്നിധ്യത്തിൽ വിമതർ സീനിയർ വൈദികനെ കയ്യേറ്റം ചെയ്യാൻ പ്രേരിപ്പിച്ചതും അക്രമത്തിന് ആഹ്വാനം ചെയ്തതും ശിക്ഷ കൂടുതൽ കടുത്തതാക്കും. അതേസമയം വിമതരുടെ അക്രമത്തിൽ പരിക്കേറ്റ ഫാദർ ജോൺ തോട്ടുപുറം ആശുപത്രി വിട്ടു. ജോണച്ചന് ഗുരുതരമായ മർദ്ദനമേറ്റതായി വ്യക്തമാക്കുന്നതാണ് ഡിസ്ചാർജ് സമ്മറി. ആശുപത്രി വിട്ടെങ്കിലും ഏതാനും ദിവസം കൂടി തോട്ടുപുറം അച്ഛൻ വിശ്രമത്തിൽ തുടരും. പ്രസാദഗിരി പള്ളിയിലെ അഡ്മിനിസ്ട്രേറ്ററായ ഫാദർ ജോൺ തോട്ടുപുറം അവിടെ ബലിയർപ്പിക്കണമെന്ന ആഗ്രഹത്തിലും പ്രാർത്ഥനയിലുമാണ് വിശ്വാസികൾ. അതേസമയം അതിരൂപതയിൽ സമാധാനം പുനഃസ്ഥാപിച്ച് ഏകീകൃത കുർബാന അർപ്പിക്കാനുള്ള സാഹചര്യം മേജർ ആർച്ച് ബിഷപ്പും മെത്രാപ്പോലിത്തൻ വികാരിയും എത്രയും വേഗം ഒരുക്കണമെന്ന് അൽമായ ശബ്ദം ആവശ്യപ്പെട്ടു. ഫാദർ ജോൺ തോട്ടുംപുറത്തെ ആക്രമിച്ചവരെ സഭയിൽ നിന്ന് മഹ്റോൻ ശിക്ഷയിലൂടെ പുറത്താക്കാനുള്ള നടപടികൾ മേജർ ആർച്ച് ബിഷപ്പും മെത്രാപ്പോലിത്തൻ വികാരിയും സ്വീകരിക്കണമെന്ന് അൽമായ ശബ്ദം നേതാക്കൾ ആവശ്യപ്പെട്ടു.